പ്രണയശലഭങ്ങൾ ഭാഗം 38. ഗൗരിയോടെല്ലാം തുറന്നു പറയണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഗൗരിയുടെ നാടായ പുല്ലൂരിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിപ്പെടുന്നത് വരെ മനസ്സൊരേ പിടച്ചിലായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചും അറിഞ്ഞുമാണ് ഞാൻ അവളുടെ വീട്ടിലെത്തിയത്. വീടിൻ്റെ ഗേറ്റ് തുറന്ന് അവിടേക്ക് നടന്നടുക്കുന്തോറും ഞാൻ എൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് ആരെയും കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഭിത്തിയിലെ കോളിംഗ് ബെല്ലിൽ പതിയെ വിരലമർത്താൻ ഞാൻ തീരുമാനിച്ചു. കതക് തുറന്ന് വരുന്നത് ആരായിരിക്കുമെന്ന ഉത്കണ്ഠയോടെ പുറത്ത് അവൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങി. തൻ്റെ കൺമുന്നിലേക്ക് എത്തിപ്പെടുന്നത് ഗൗരി ആയിരിക്കണേ എന്ന് ഈശ്വരന്മാരോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് ശ്രീകോവിലിൻ്റെ നട തുറന്നൊരു ദേവിയെപ്പോലെ അവൾ പുറത്തേക്കിറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. പെട്ടെന്ന് എൻ്റെ സങ്കല്പങ്ങളെ തച്ചുടച്ച് നോക്കിയപ്പോൾ ആ മുഖത്ത് ഞാൻ തെളിഞ്ഞു കണ്ടത് വിഷാദമായിരുന്നു. എങ്കിലും പ്രതീക്ഷയർപ്പിച്ച ആളെ തന്നെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും ഞാൻ അവളുടെ കൺമുന്നിലേക്ക് കയറി നിൽക്കാൻ ഭാവിച്ചു. ഗൗരി, ഞാനാ നയന. നീയോ? നീ എങ്ങനെ ഇവിടെ എത്തി? എന്തിനാ നീ ഇവിടേക്ക് വന്നത്? ആശ്ചര്യവും അതിനൊപ്പം അമർഷവും കലർന്ന സ്വരത്തോടെ അവൾ നയനയ്ക്ക് നേരെ വന്നെടുത്തു. ഗൗരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ അറിയാതെ പോയ ചില സത്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടി നിന്നെ അന്വേഷിച്ചു വന്നത്. നിന്ന നിൽപ്പിലവൾ അകത്തേക്കും പുറത്തേക്കും കണ്ണുകൾ പായിച്ച ശേഷം അവളുടെ കൈ പിടിച്ച് വെപ്രാളപ്പെട്ട് പുറത്തേക്കിറങ്ങി. വീടിനോട് ചേർന്നൽപ്പം മാറി നിന്നു. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കോളേജിൽ നിന്നും പോരാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞാൽ എന്നെക്കാളേറെ വിഷമിക്കുന്നത് അവരായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീയായിട്ട് ആരെയും ഒന്നും അറിയിക്കരുത്, പ്ലീസ്. ഗൗരി, നീ വിചാരിക്കുന്നത് പോലെ വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കാനായി വന്നതല്ല ഞാൻ. പറഞ്ഞല്ലോ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന്. നീ അത് കേൾക്കണം. വേണ്ട, ഇല്ല, ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ഓരോന്ന് പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് കള്ളങ്ങളാണ് നിനക്കിനി പറഞ്ഞു ഫലിപ്പിക്കാനുള്ളത്? ഓ, ചിലപ്പോൾ ഇത് നിങ്ങളുടെ പുതിയ ബെറ്റിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? എന്നെ വീണ്ടും കോളേജിലേക്ക് എത്തിക്കാനുള്ള പുതിയ വല്ല പ്ലാനിങ് ആണോ ഇതൊക്കെ? ആയിരിക്കും. അല്ലാതെ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് നീ ഇവിടേക്ക് വരില്ലെന്ന് എനിക്കറിയാം. ഇത്തവണ നിങ്ങളുടെ ബെറ്റിൻ്റെ പ്രതിഫലം എന്താ? പണമോ അതോ അതിലും വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആണോ? ആയിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവരെ ഇങ്ങനെ കോമാളികളാക്കി വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയ രസമാണല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും നിന്നെ കാണുന്നതിന് മുമ്പ് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നതിനെ. ഗൗരിയുടെ സ്വരം അല്പാൽപമായി ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയപ്പോൾ നയനയും വല്ലാത്തൊരു പ്രതിസന്ധിയിലെത്തി. ഗൗരിയെ എങ്ങനെയാണ് പറഞ്ഞു സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ അവളും ദുഃഖിച്ചു. എന്നാൽ വന്ന കാര്യം നിറവേറ്റാൻ കഴിയാതെ താൻ ഒരിക്കലും ഇവിടെ നിന്നും മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൾ ഒരു കാര്യം ഓർത്തത്. തൻ്റെ ഉള്ളംകൈയിൽ ഭദ്രമായി പിടിച്ചിരുന്ന മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ആദിത്യൻ്റെ വോയിസിൽ അവൾ പതിയെ വിരലമർത്തി. പെട്ടെന്ന് പുറത്തേക്ക് ഒഴുകിയെത്തിയ ആദിയുടെ ശബ്ദം കേട്ട നിമിഷം അവളുടെ മനസ്സ് അറിയാതൊന്നിടറി. നയനയോടുള്ള അമർഷത്തെ കീഴടക്കി നിർത്തും വിധത്തിൽ അവൻ്റെ ശബ്ദ തരംഗങ്ങളിലേക്ക് അവളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ ശബ്ദത്തെ ചേർത്തു നിർത്താൻ അവൾ അന്നേരം ശ്രമിക്കുകയായിരുന്നു. ഡ്രിങ്ക്സ് തലക്കി പിടിച്ച് കുഴഞ്ഞ നാവുകൾ കൊണ്ട് ഗൗരിയോടുള്ള പ്രണയത്തെക്കുറിച്ച് വാചാലനാവുന്ന അവൻ്റെ ശബ്ദം അവളുടെ ശ്രവണത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ആദ്യ കാഴ്ചയിൽ അവളോട് തോന്നിയ ഇഷ്ടത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും അവളുടെ കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ശബ്ദതരംഗങ്ങളുടെ പ്രവാഹം അവസാനിപ്പിച്ചപ്പോഴേക്കും കണ്ണുനീർ തുള്ളികളാൽ അവളുടെ ഹൃദയം മൂടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇതൊക്കെ എങ്ങനെ? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? കലങ്ങിയ കണ്ണുകളോടെ അവൾ നയനയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതേ എന്നർത്ഥത്തിൽ അവൾ പതിയെ മൂളി. ആദിത്യനോടുള്ള എൻ്റെ വെറുപ്പ്, അത് ഞാൻ തീർക്കാൻ ശ്രമിച്ചത് നിന്നോടായിരുന്നു ഗൗരി. അവനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അന്നത്തെ പാർട്ടിക്കിടയിൽ ആദിത്യൻ കഴിച്ച ഡ്രിങ്ക്സിൽ അല്പം മയക്കുപൊടി ഞാൻ കലർത്തിയിരുന്നു. അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കുന്ന ആദിയെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അപമാനിക്കണമെന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ ഞാൻ മനഃപൂർവ്വം അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. കോളേജിലെ സൂപ്പർ ഹീറോയായ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.
പെട്ടെന്ന് അവളുടെ സ്വരം ഇടറി. ചെയ്തുപോയ തെറ്റുകളുടെ കണക്കുകൾ ഓരോന്നും അവൾക്ക് മുന്നിൽ സമർപ്പിച്ചു. തെറ്റുകളെയും തെറ്റിദ്ധാരണകളെയും ഏറ്റുപറഞ്ഞവൾ ഗൗരിക്ക് സമക്ഷം നിറകണ്ണുകളോടെ കൈകൂപ്പി നിന്നു. എല്ലാം കേട്ടറിഞ്ഞ നിമിഷം തളർന്ന മനസ്സുമായി അവൾ ഭിത്തിയെ ചാരി നിന്നു. മൗനത്തെ കൂട്ടുപിടിച്ച് കണ്ണീരുതിർത്തൊരു ശിലയെപ്പോലെ നിൽക്കുന്ന അവളുടെ ചുമലിൽ പേടിയോടെ നയനയൊന്ന് സ്പർശിച്ചു. ഗൗരി, നിന്നോട് മാപ്പ് ചോദിക്കാൻ അർഹതയില്ലെന്ന് എനിക്കറിയാം. നിന്നെ ആശ്വസിപ്പിക്കാൻ ഉതകുന്ന വാക്കുകൾ എൻ്റെ പക്കലില്ലെന്നും അറിയാം. എങ്കിലും ഈ ഞാൻ കാരണമാണ് നീയും ആദ്യയും തമ്മിൽ പിരിയേണ്ടി വന്നത്. ഇതെല്ലാം അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇന്ന് എനിക്കില്ല ഗൗരി. പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കൊപ്പമാണ് അവൻ്റെ സ്ഥാനമെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയവളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ഗൗരി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക? തൂവാല കൊണ്ടവൾ നനഞ്ഞ കണ്ണുകളെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. ആദ്യേട്ടനെ എനിക്കൊന്ന് കാണണം, നേരിട്ട് തന്നെ കാണണം നയനെ. ആ മുഖത്ത് നോക്കി 1000 വട്ടം സോറി പറയണം എനിക്ക്. എങ്കിലേ ഈ മനസ്സിന് ഇനി ഒരല്പം പോലും സമാധാനം കിട്ടൂ. മനസ്സിനെ പാകപ്പെടുത്തി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ നയനയെ ഒന്ന് നോക്കി. സത്യങ്ങളെല്ലാം ഗൗരി തിരിച്ചറിഞ്ഞുവെന്ന ആശ്വാസത്തിൽ ഗൗരിയുടെ തീരുമാനത്തെ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അവൾ അംഗീകരിച്ചു. സ്നേഹത്തോടെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ വീണ്ടും താഴേക്ക് പൊഴിഞ്ഞു തുടങ്ങി. സന്തോഷായി. ഞാൻ ആശിച്ചതുപോലെ ആദ്യോടുള്ള നിന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ഇതിൽ കൂടുതലൊന്നും ഈ നയന ആഗ്രഹിക്കുന്നില്ല. പോവുക ഞാൻ, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ. ചേർത്ത് പിടിച്ച കൈയിനെ അവൾ അടർത്തി മാറ്റി കണ്ണുകൾ തുടച്ച് തിരിയാൻ ശ്രമിക്കുന്നതിന് മുന്നേ വീണ്ടും ഗൗരിയെ നോക്കി നേർത്തൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ആദിത്യ നല്ലവനാ. സ്നേഹിക്കുന്നവരെയൊന്നും പറ്റിക്കാൻ അവൻ ഒരിക്കലും സാധിക്കില്ല ഗൗരി. അത്രയ്ക്കും നന്മയുണ്ട് അവൻ്റെ ഉള്ളിൽ. നയനയുടെ രൂപം കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഗൗരി അവിടെ തന്നെ നിശ്ചലയായി നിന്നു. ഓർമ്മകളിൽ നിന്നും മെല്ലെ ഉണർന്നവൾ തനിക്ക് ചുറ്റും നിൽക്കുന്നവരെയെല്ലാം ഒന്ന് വീക്ഷിച്ചു. ഗൗരിയെക്കുറിച്ചറിഞ്ഞ ശേഷം ആ മുഖങ്ങളിലെല്ലാം അനേകം ചോദ്യഭാവങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് അവൾക്ക് കാണാൻ സാധിച്ചു. നീ പറഞ്ഞതെല്ലാം സത്യമാണോ? ഗൗരി എന്നെ കാണാനായി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ ആദി, ഗൗരിയെ ഞാൻ അവസാനമായി കണ്ടതും അന്നാണ്. നിന്നെ കാണാനുള്ള ആവേശവും ആഗ്രഹവും ആ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടിരുന്നു. അതിനുശേഷം നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായി കാണുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്, സന്തോഷിച്ചത്. എന്നാൽ നിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കാണേണ്ടി വന്നപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ എനിക്കും തോന്നുന്നു. ആഴത്തിലൊന്ന് മൂളിയ ശേഷം അവൻ വീണ്ടും സോഫയിൽ സ്ഥാനമുറപ്പിച്ചു. അന്നേരം അവൻ്റെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. ഉത്തരം കിട്ടാതെ വന്നെത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായതയോടെ അവൻ ഇരിപ്പ് തുടർന്നു. അപ്പോൾ ഗൗരി എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവൾ മറഞ്ഞു നിൽക്കുന്നത്? കാട് കയറിയ ചിന്തകളെ അല്പസമയത്തേക്ക് നിയന്ത്രിക്കാൻ പോലും ആകാതെ അസ്വസ്ഥതയിൽ അവൻ നെറ്റിയിലൂടെ മുടിയിഴകളെ ശല്യപ്പെടുത്തും വിധത്തിൽ കൈവിരലുകൾ തലയോട്ടിയിലൂടെ ഓടിച്ചു വിടാൻ തുടങ്ങി. അവൻ്റെ വിഷമവും പ്രയാസവും തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ആനന്ദ് മേനോൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ആദി, ഗൗരിമോള് നിന്നെ കാണാൻ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ നിന്നെ തേടി വരാഞ്ഞത്? ഒരു പക്ഷേ അരുതാത്തതെന്തെങ്കിലും? പെട്ടെന്നവൻ ഡാഡിയുടെ ചുണ്ടുകളിൽ വിരലുകളാൽ പൊത്തിപ്പിടിച്ചു. നോ ഡാഡി, ഗൗരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ എനിക്ക് വേണ്ടി ഇപ്പോഴും എവിടെയോ കാത്തിരിക്കുന്നുണ്ട് ഡാഡി. അതുമാത്രല്ല, മൂട്ടു അവളെ നേരിൽ കണ്ടതുമല്ലേ? ആയിരിക്കാം. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടി നിന്നെ കാണാൻ വരുന്നില്ല? ഇത്ര നാളായിട്ടും ഒരു ഫോൺ കോളോ മെസ്സേജോ ഒന്നും നിന്നെ തേടി എത്തിയിട്ടില്ല. അതൊക്കെ പോട്ടെ, നിന്റെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടി ഇങ്ങനെ മറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഡാഡിയുടെ മുൻപിൽ വീണ്ടും അവൻ നിസ്സഹായത ഭാവിച്ചു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഡാഡിയുടെ ചോദ്യങ്ങൾക്കൊന്നും തൽക്കാലം ഇപ്പോഴെൻ്റെ കയ്യിൽ മറുപടിയില്ല. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് ഡാഡി. എന്നാൽ എനിക്കറിയാം. ഒന്നുകിൽ ആ കുട്ടി നിന്നെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ ആലോചിച്ച് ഏതെങ്കിലും ഒരു പയ്യനെ ആ കുട്ടി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. നോ ഡാഡി, ഡാഡി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇതൊരിക്കലും അംഗീകരിച്ചു തരില്ല. അങ്ങനെയൊന്നും അവൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഡാഡിയുടെ നേരെ കയർത്തുകൊണ്ടവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ പ്രതികരണത്തിലൊന്നും തളരാതെ ആനന്ദ് മേനോൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി.
ഞാൻ പറയുന്നൊന്നും നിനക്ക് ഉൾക്കൊള്ളാനാവില്ലെന്നറിയാം. പക്ഷേ ഒച്ച വെച്ചിട്ടോ അലറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല ആദി. ചില സത്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. നാളെ ഇതുവരെയായിട്ടും അവൾ നിന്നെ ഒരിക്കൽ പോലും കാണാൻ ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നിന്നോടുള്ള ഇഷ്ടം ആ കുട്ടി തുറന്നു പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലാതെ നീ മാത്രം ഒരു പ്രണയത്തിന്റെ പേരും പറഞ്ഞ് എല്ലാ ഓർമ്മകളും ഒറ്റയ്ക്ക് ചുമന്ന് നടന്നിങ്ങനെ ജീവിതം പാഴാക്കി കളയണോടാ? നീയും ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ഈ ഡാഡിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആദി? അയാൾ ഒരു നിമിഷം വിതുമ്പി. വാക്കുകൾ ഇടറാൻ തുടങ്ങിയൊരു തേങ്ങൽ എല്ലാവരിലേക്കും ഒരുപോലെ പടർന്നു പിടിച്ചു. ഡാഡി! പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു. പെട്ടെന്ന് മുഖം തുടച്ചു മാറ്റിയ ശേഷം അയാൾ വീണ്ടും ഉറച്ച സ്വരത്തോടെ അവന്റെ നേർക്ക് തിരിഞ്ഞു.